ഈ സീസണിൽ ഈ പോഡ്കാസ്റ്റ് തുടങ്ങി കഴിഞ്ഞിട്ട് ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് പോഡ്കാസ്റ്റ് ചെയ്യാൻ പോണത്, ലിവർപൂൾ ഫാൻസ് കാണാൻ പോണത് എല്ലാം ഇത്തവണയായിരിക്കും. ഒന്നും നേടാനില്ലാത്തവർക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന് പറയുന്ന പോലെയാണ്. ചെൽസിയുടെ റിസൾട്ടിന് ശേഷം കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനമായി. ഇനിയിപ്പോ ജയിക്കാനൊന്നുമില്ല. ഇനിയിപ്പോ നമ്മുടെ ഈ കൊല്ലത്തെ പോയിന്റ് ആവറേജ് വെച്ചിട്ട് അടുത്ത 5 കളിയിൽ 7 പോയിന്റ് കിട്ടിയ ഏകദേശം ചാമ്പ്യൻസ് ലീഗ് ഭദ്രമാണ് അടുത്ത സീസൺ. അതുകൊണ്ട് ആസ് എ ലിവർപൂൾ ഫാൻ സ്ട്രെസ് ഇല്ല, സ്ട്രെസ്സോടൊപ്പം ത്രില്ലും ഇല്ല. ഈ ആഴ്ച ക്രിസ്റ്റൽ പാലസ് ആണ് 3 എണ്ണം ഒരിടത്ത് തോറ്റു ഓൾറെഡി. ഗ്ലാസ്നർ ഇതെടുത്ത് പറയുകയും ചെയ്തു. എന്നാലും ലിവർപൂൾ ഇൻസൈഡ് ട്രെയിനിങ് ഒക്കെ കാണുമ്പോൾ പ്ലേയേഴ്സിന്റെ മുഖത്തും ആ സ്ട്രെസ് ഇല്ലായ്മ കാണാനുണ്ട്. ഞാനൊരു നല്ല കാര്യമായിട്ടല്ല പറയുന്നത്. ഞാൻ പറയുന്നത് വി ഹാവ് നത്തിങ് ടു പ്ലേ ഫോർ എന്ന രീതിയിലേക്ക് സീസൺ വന്നെത്തിയിട്ടുണ്ട്. പിന്നുള്ളൊരു കാര്യം എന്താണ്, സുദീപിന് അറിയായിരിക്കും, എന്ന മൊമെന്റ് ഓഫ് ദ വീക്ക് അവാർഡ് സ്ലോട്ടിന് കിട്ടിയിട്ടുണ്ട്. അപ്പോ സ്ലോട്ടിന് ആ കാര്യത്തിൽ കൺഗ്രാജുലേഷൻസ്. അത് സ്ലോട്ടിന് തന്നാ മേടിക്കണല്ലോ, പക്ഷെ നമ്മുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാ പേജിലൊക്കെ ഇടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര തൊലിക്കെട്ടി അല്ലേ, എന്തൊക്കെ പറഞ്ഞാലും പറയാതെ വയ്യ. ഞാൻ കണ്ടപ്പോ എന്താ മാനേജർ ഓഫ് ദ സീസൺ വല്ലതും ആണോ വിചാരിച്ചു പെട്ടെന്ന്. എന്താണ് ഗണേശ, എന്താണ് പരിപാടി? ഒന്നും കാര്യമായിട്ട് പറയാനില്ല. നമുക്ക് മിഡ് വീക്ക് മാച്ചും ഇല്ല, നമുക്ക് ചാമ്പ്യൻസ് ലീഗ് ഒന്നും ഇല്ല. പറയാനുണ്ട് പറയുകയാണെങ്കിൽ നമുക്കും മിഡ് വീക്ക് മാച്ചിനെ കുറിച്ച് പറയാനുള്ളൂ. മിഡ് വീക്ക് മാച്ച് അങ്ങനെ നമുക്ക് സാധകം ആയതുകൊണ്ടാണല്ലോ ഈ റിലാക്സ്ഡ് സ്റ്റേറ്റ് വന്നത്. പിന്നെ നമ്മളെ ലിവർപൂൾ FC എന്ന് പറയുന്ന ഒരു ക്ലബിന് ഒന്നും നേടാനില്ല എന്നൊക്കെ പറയുമ്പോ വല്ലാത്തൊരു വോയിഡ് ഫീൽ ഇല്ലേ? ആക്ച്വലി അതായത് കഴിഞ്ഞ കൊല്ലം ചാമ്പ്യൻസ് ആയവരാണ്. അതന്നെ, ഞങ്ങളെല്ലാവരുടെയും പരിചയം തന്നെ അങ്ങനെയാട്ടോ. ആക്ച്വലി ഞങ്ങൾക്കൊരു ലിവർപൂൾ ഗ്രൂപ്പ് ഉണ്ട്. അതല്ലാതെ നമ്മൾ ഏകദേശം 10-15 വർഷമായിട്ട് ഒരു 10-30 പേരുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോ എല്ലാ സീസണും, മിക്ക സീസണും സ്ലോട്ടിന്റെ കാലത്ത് ഫൈനൽ മാച്ചോ ഏതെങ്കിലും, ഇപ്പൊ കാരബാവോ കപ്പാണോ, FA കപ്പ് ആയിക്കോട്ടെ, ലീഗ് അടിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ ആയിക്കോട്ടെ, യൂറോപ്പ ലീഗ് ഫൈനൽ ആയിക്കോട്ടെ, നമ്മൾ ഫൈനൽ മാച്ച് എല്ലാവരും കൂടും. നമ്മളൊരു സ്ഥലം എടുത്തിട്ട് നമ്മൾ 10-25 പേര് ഒരുമിച്ചിരുന്ന കളി കാണുന്ന പരിപാടിയുണ്ട്. ആ ഒരു മീറ്റിലാണ് നമ്മൾ വർഷത്തിൽ ഒരിക്കലും എല്ലാവരും കൂടുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ ഒരു തവണ കൂടി അല്ലെ, കാരബാവോ ഫൈനലിനോ എന്തോ. ലീഗ് അടിച്ചിട്ട് കൂടാൻ പറ്റിയില്ല, എല്ലാവരും കാരണം ഒരുമിച്ചല്ലോ അടിച്ചത്, എപ്പോഴും അല്ല അടിച്ചത്. അപ്പോ ഇത്തവണ നമ്മുടെ മിക്ക മെമ്മറീസ് അങ്ങനെയാണ്. അല്ലെങ്കിൽ നമ്മുടെ കൂടുതൽ ഒരുത്തിന്റെ കല്യാണം എന്തെങ്കിലും ആവണം. അതന്നെ ഇത്തവണ നമ്മൾ സ്ഥലമൊക്കെ ബുക്ക് ചെയ്തതായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അപ്പോ ഇത്തവണ അങ്ങനെ ഒന്നുമില്ല. അപ്പോ എല്ലാരും ഇനി കാണണമെങ്കിൽ ഒന്നെങ്കിൽ അടുത്ത വർഷം, അല്ലെങ്കിൽ ഒരുത്തിന്റെ കല്യാണം വരാനുണ്ട്. അപ്പൊ അവന്റെ കല്യാണത്തിനല്ലേ ആയിരിക്കും ഒരുമിച്ച് കൂടുന്നത്. ഒക്ടോബർ കഴിഞ്ഞിട്ടാണ് കല്യാണം പറഞ്ഞത്. അപ്പോഴേക്കും മിക്കവാറും സ്ലോട്ടിന്റെ കോൺട്രാക്ട് റിന്യൂവലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അത് നമുക്ക് ആഘോഷിക്കും. കമന്റ്സിൽ വരുന്ന തെറി ഒന്നും മതിയാവുന്നില്ല. അയാൾക്ക് തന്നെ അറിയില്ല, അയാള് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് അയാൾക്ക് ഊപ്പർക്ക് തന്നെ അറിയില്ല. ഞാനൊരു ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ഫ്രണ്ടായിട്ട്. ഇസാക്ക് സൈൻ ചെയ്യൂല എന്ന് പറഞ്ഞിട്ട്, പേര് പറയാം, മിത്രൻ, ദുബായിലെ മിത്രൻ. ഇസാക്കിനെ സൈൻ ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ സൈൻ ചെയ്തപ്പോ അവൻ ബിരിയാണിക്ക് ബെറ്റ് വെച്ച് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പൊ ഞങ്ങൾ ഇവിടെ കുറെ ഫ്രണ്ട്സ് ഒരുമിച്ച് ഒരു ബിരിയാണി ഒന്നും ഇല്ല, 4-5 ബിരിയാണി വലിയ മറ്റേ ബിരിയാണി മേടിച്ച് കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തവണ ഞാൻ ബെറ്റ് വെച്ചത് ആദിൽ എന്നൊരു ചെക്കനോട് നമ്മുടെ ലിവർപൂൾ ഫാൻസ് കൊടുത്ത ചെക്കനാണ്. അപ്പൊ അവൻ പറഞ്ഞ സ്ലോട്ട് ഈ സീസൺ സാക്ക് ആവും എന്നാണ് പറഞ്ഞത്. അപ്പോ ഈ സീസൺ തീരുമ്പോഴും ഒരു ബിരിയാണി കിട്ടാനുള്ള സ്കോപ്പ് എനിക്കുണ്ട്. ഞാൻ ആവൂല എന്നാ പറഞ്ഞത്. അപ്പോ തുടങ്ങുന്നതും അവസാനവും ബിരിയാണിയിലാണെന്ന് ഈ സീസൺ. ഓക്കെ, ക്രിസിനെ നോക്കുമ്പോ ക്രിസിന് പേഴ്സണലായിട്ട് ഈ സീസണിൽ അച്ചീവ്മെന്റ് ഉണ്ട് അല്ലെ? ബിരിയാണി മാത്രം, അതാണ് ബിരിയാണി മാത്രമുള്ളത്. അല്ല ഈ സീസണില് അതെ ക്ലബിനില്ലേലും നിനക്കുണ്ട്. ഈ സീസണിന്റെ ഈ ഒരു കാംനെസ് ഇല്ല, ഈ ഒരു കാംനെസ് ഭയങ്കര ബോറാണ്. ആ ഒരു സുഖമില്ല നമുക്ക്. ഒരു എന്താ പറയാ, ഒരു വിടവാങ്ങലിലേക്ക് നീങ്ങുകയാണ് ആക്ച്വലി അല്ലേ. ഒരു ഞാൻ മാത്രം സംസാരിച്ചോണ്ടിരിക്കുക. അല്ല ഞാൻ പറയാം, ഇതിലിപ്പോ ഈ പറഞ്ഞ പോലെ വിടുതലുകളാണ്, വിടവാങ്ങൽ മാച്ചുകളാണ്. അത് സ്ലോട്ട് അല്ലാന്നുള്ളൂ. വിടവാങ്ങല് സല, റോബർട്ട്സൺ, ആലിസൺ ഇവര് ഏകദേശം 3 പേര് തീരുമാനമായി വിടവാങ്ങുകയാണെന്നുള്ളത്. VVD ആ ഫൈനൽ ഒരു സ്ട്രെച്ചിലേക്ക് കടക്കണം, 1 വർഷം കൂടി ഉണ്ടാവും എന്നുള്ള രീതിയിൽ. അപ്പോ VVD കഴിഞ്ഞ ദിവസം സംസാരിക്കുകയൊക്കെ ചെയ്തു അതിനെ കുറിച്ചൊക്കെ. ആ ചേഞ്ചസ് മനസ്സിലാവുന്നുണ്ട് ആൾക്ക്. ഇനിയും നിക്കണോ പോണോ എന്നുള്ള ഒരു ഡൗട്ടിൽ നിൽക്കാന്ന് എനിക്ക് തോന്നിയാ പറഞ്ഞു കേട്ടു. എനിവേ അങ്ങനെയുള്ള ഒരു ഇതിലാണ് നമ്മളും ഇപ്പൊ മിക്കവാറും അടുത്ത സീസണിനെ കുറിച്ചും ട്രാൻസ്ഫേഴ്സിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങി. പക്ഷേ ഞാൻ ഈ ക്രിസ് പറഞ്ഞതിനോട് മുഴുവൻ അംഗീകരിക്കില്ല. നമുക്ക് കാര്യം ശരിയാണ്, ട്രോഫീസോ അതൊന്നും ഇല്ല. പക്ഷെ നമുക്ക് വേറെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ സീസണിൽ, ഇനി ഈ അടുത്ത 5 കളികളിൽ. എന്താണ് ഇതില് നമ്മുടെ കമന്റ്സ് ഇതില് തന്നെ ഇട്ടിട്ടുണ്ട്, ടിക്കറിൽ തന്നെ. നമ്മൾ 3 തവണയായി പാലസിന്റെ അടുത്ത് തോക്കണം. റിവെഞ്ച് ടൈമാണ്. അത് കഴിഞ്ഞ് യുണൈറ്റഡ് ആയിട്ടുള്ള റിവെഞ്ച് അതും വരുന്നുണ്ട്. യുണൈറ്റഡ് റിവെഞ്ച്, അത് അവിടെ ചെന്ന് അവരെ തോൽപ്പിക്കണം. ഈ 2 കാര്യങ്ങൾ കിടക്കുകയാണ് ഈ സീസണിൽ ഇപ്പോഴും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ നമ്മുടെ ഫാൻസിനെയൊക്കെ. ഇപ്പോ എവേർട്ടൺ ആയിട്ടുള്ള മാച്ച്, കഴിഞ്ഞ മാച്ച് ഡെർബി മാച്ച്, അവിടെ പോയി തോൽപ്പിക്കുക എന്നുള്ളത് അത് ഭയങ്കര ആവേശം ഉണ്ടാക്കിയ കാര്യമാണ്. അതുപോലെ തന്നെ പാലസിനെ വീണ്ടും നമ്മളെ ഗ്ലാസ്നർ നമ്മുടെ അടുത്ത് മാത്രം എന്തോ ഒരു വിരോധമുള്ള പോലെ, അവര് പ്ലേയേഴ്സിനെ റെസ്റ്റ് ചെയ്യില്ല, ഫുൾ ടീം ഇറക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുക. ആള് 4 കളി സീസണിൽ 4 മാച്ച് നമ്മളെ പൊട്ടിച്ച് അതില് അതങ്ങനെ ചാൻസ് ഇനി കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞേക്കണം. അപ്പൊ 4 മാച്ച് നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി റെഡി ആയിട്ട് ഇരുന്നത്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് തോൽപ്പിച്ചേ പറ്റൂ. നമുക്ക് പാലസിനെ തോൽപ്പിച്ചേ പറ്റൂ. മാത്രമല്ല ഗ്ലാസ്നർ ചിലപ്പോൾ അടുത്ത സീസണിൽ ചിലപ്പോൾ യുണൈറ്റഡിന്റെ മാനേജറൊക്കെ ആയിട്ടായിരിക്കും വരണേ. അപ്പൊ അതിന്റെ ഒരു മുൻപുള്ള ഒരു സാധനം പോലെയാണ് പുള്ളി പറയണത്. ഒരു സ്ലോട്ടിന്റെ ഒരു ഫിയർ ഫാക്ടർ കൊടുക്കുന്ന രീതിയിലുള്ള അത് പറ്റില്ല, നമുക്ക് തോൽപ്പിക്കണം. അതുപോലെ യുണൈറ്റഡ് നമ്മള് ആൻഫീൽഡിൽ വന്ന് തോൽപ്പിച്ചതാ യുണൈറ്റഡ്. നമുക്ക് അവരെ അവിടെ പോയി അതിൽ കൂടുതൽ ഗോളിന് അടിച്ച് നമുക്ക് തോൽപ്പിക്കണം. അപ്പൊ ആ 2 കാര്യങ്ങൾ ഈ സീസണിൽ കിടക്കുകയാണ്. അതിൽ പ്രധാനമായിട്ട് പാലസ് മാച്ച് നമ്മള് 3 മാച്ച് ഒരെണ്ണം തോറ്റു എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. അത് മറ്റേ 1-1 അല്ല, മീൻസ് ഡ്രോ ആയിരുന്നു. അത് ഡ്രോ മാച്ച് ആയിരുന്നു. അത് പെനാൽറ്റീസിലാണ് അത് തോറ്റത്. അതൊരു ശരിക്കൊരു തോൽവിയാണെന്ന് പറയാൻ പറ്റില്ല, ഡ്രോ മാച്ചാണ്. പക്ഷെ 2 തോറ്റു, 2 കളി തോറ്റു. ആ 2 കളിക്കുള്ള റിവെഞ്ച് നമുക്ക് എന്തായാലും കൊടുത്തേ പറ്റുള്ളൂ. അതിലേക്ക് നമ്മളിപ്പോ ഫുൾ റെസ്റ്റഡ് ആണ്. ഈ മാച്ച് നമ്മൾ ജയിക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിലെയാണ് എൻ്റെ ഒരു ഈ കാര്യങ്ങളാണ് ഈ സീസണിൽ ഇനി ഉള്ളൂ. റിവെഞ്ച് മാത്രമേ ഉള്ളൂ, കപ്പുകളില്ല, വേറെ ഒന്നുമില്ല. റിവെഞ്ചും പിന്നെ പ്ലേയേഴ്സിനെ നല്ല സെൻഡ് ഓഫ് കൊടുത്ത് പറഞ്ഞു വിടുക എന്നുള്ളത്, ഈ 2 കാര്യങ്ങളാണ് സീസണിൽ. പണ്ട് സല റിവെഞ്ച് എടുക്കാൻ പോയ പോലെ ആവരുത്. അതറിയില്ല. സ്ലോട്ടിന്റെ PSG റിവെഞ്ച് ഒക്കെ പോയി മൂഞ്ചിരിക്കുക. ഈ റിവെഞ്ച് എടുത്തേ പറ്റൂ, അങ്ങനെയാണ് ഇരിക്കണത്. ആ ഒരു മൈൻഡ് സെറ്റിലായിരിക്കും സ്ലോട്ട്. തോറ്റേന് അയാള് മൂപ്പര് വൻ പോസിറ്റീവ് ഒക്കെ ആയിരുന്നു പറഞ്ഞത്. തോറ്റേനെ കുറിച്ചൊന്നാണ് പറഞ്ഞത്. നമ്മള് പൊസഷൻ കൺട്രോൾ ചെയ്തു എന്നൊക്കെയാ പറയുന്നത്.
ജയിച്ചത് അവന്മാരാണ്, പ്രോഗ്രസ് ആയത് അവന്മാരാണ്. അപ്പൊ ആ ഒരു സ്ഥിതിയിൽ അയാൾ ഏത് റിസൾട്ട് ആയാലും അയാൾ നിന്നടുത്ത് തന്നെ കടന്നു പറഞ്ഞിട്ട് കാര്യമില്ല. സോ സുധീപ് പറയുന്ന പോലെ ഫിനിഷ് ദ സീസൺ ഓൺ ഹൈ. ലൈക്ക് മാച്ചസിന്റെ ഇത് കിടക്കാക്കട്ടെ, നമ്മൾ ആരുടെ അഗേൻസ്റ്റ് ആണ് നമ്മൾ കളിക്കണമെന്ന് ആലോചിച്ചിട്ട് ആ ഒരു അവന്മാരെ പൊട്ടിച്ചാൽ ഒരു എന്തായാലും നല്ലൊരു എൻഡിങ് ആയിരിക്കും, സീസൺ എൻഡിങ് ആയിരിക്കും, എസ്പെഷ്യലി ഫോർ സാല. നമ്മൾ പറഞ്ഞു, ഞാൻ ഗ്രൂപ്പിൽ എല്ലാവരും പറയുമായിരുന്നു സാല പ്രഷറില്ലാതെ കളിക്കും, സാലയുടെ ഫൈനൽ ഡെർബിയാണ്, സോ സാല എന്തായാലും ഫോം ആവും. സാല സ്കോർ ചെയ്തു, VVD സ്കോർ ചെയ്തു. സോ അത് തന്നെ നമുക്ക് പറയാം. നമുക്കിപ്പോ മറ്റേ ട്രെയിനിങ് വീഡിയോസ് ഒക്കെ കണ്ടു, ന്യൂ ലെവൽ ട്രെയിനിങ് ആണ്. നമ്മൾ ഹോപ്പ്ഫുള്ളി വിൽ പ്ലേ വെൽ അഗെയിൻസ്റ്റ് പാലസ്. ഹോം ഗെയിം ആണ് കളിക്കാൻ പോകുന്നത് അതായത് എവർട്ടനെ തോൽപ്പിച്ചിട്ട് ആദ്യത്തെ ഹോം ഗെയിം ആണ്. സോ ഇറ്റ്സ് ഗുഡ് ആക്ച്വലി. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും നമുക്ക് കിട്ടും. 7:30 ഗെയിം ആണ് IST. നല്ല ഗെയിം ആയിരിക്കും. മേ ബി എക്സ്പെക്ടിങ് സം ചേഞ്ചസ്. സ്ലോട്ടിനെ പറഞ്ഞു വേർഡ്സിനെ എപ്പോഴും നമ്പർ 10 ആയിട്ടേ കളിപ്പിക്കുള്ളൂ എന്ന്. സോ സൊബോസലയൊക്കെ മാറി പൊസിഷൻ മാറി കളിക്കുമായിരിക്കും. പിന്നെ പറഞ്ഞത് ഗുഡ്മാൻ ആയിരിക്കും ഗോൾ കീപ്പർ. അലിസൺ കളിക്കാൻ സാധ്യത ഉണ്ടെന്നാ പറഞ്ഞത്. അലിസൺ ഇസ് ഫിറ്റ് എന്നൊക്കെ പറഞ്ഞു കേട്ടു. ബെഞ്ചിലായിരിക്കും. പിന്നെ എനിക്ക് ഇപ്പൊ ഗുഡ്മാൻ ഇല്ലെങ്കിലും ഐ എം ഓക്കെ വിത്ത് അർമിൻ പെക്സി. പൊളിയാണ്, ചെക്കൻ അടിപൊളിയാണ്. അതായത് സ്ലോട്ട് പറഞ്ഞു ഹി ഹാസ് ബീൻ വാച്ചിങ് അക്കാഡമിക് ഗെയിംസ് എന്ന് പറഞ്ഞു. കളി ചിലപ്പോ under-20 തോൽക്കുമായിരിക്കും. ഇപ്പൊ ഗോൾ കീപ്പറുടെ അവയർനെസ് അടിപൊളിയാണ്. സോ സീനിയർ അപ്പിയറൻസ് ഒക്കെ മറ്റേ ഹംഗറിയിൽ ചെയ്തിട്ടുണ്ട്, ആൾ അടിപൊളിയാണ്. സോ നമുക്ക് ഗോൾ കീപ്പർ ഇതിൽ ഞാൻ ടെൻഷൻ അല്ല. ഇപ്പൊ വുഡ്മൻ ഇല്ലെങ്കിൽ പോലും ഐ എം ഓക്കെ വിത്ത് അർമിൻ പെക്സി. അടിപൊളി നമ്മുടെ ഒരു നല്ലൊരു ഫ്യൂച്ചർ വേണ്ടിയിട്ടുള്ള ഒരു ഗോൾ കീപ്പറാണ്. നമ്മൾ കുറെ ഡിഫൻഡേഴ്സിനെ മേടിച്ചിട്ടുണ്ട്, ചെറിയ പിള്ളേര്. പക്ഷെ ഈ ഗോൾ കീപ്പറും അതുപോലെ തന്നെയാണ്. നല്ലൊരു സീസൺ എവിടെയെങ്കിലും നല്ലൊരു ലോൺ കിട്ടിയാൽ അടിപൊളിയായിരിക്കും സെറ്റായി കിട്ടാനായിട്ട്. സോ ആ കാര്യത്തിൽ ടെൻഷൻ അല്ല. അപ്പോ എന്തായാലും അലിസൺ ഈ ഗെയിം വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത ഗെയിം വീക്കിൽ എന്തായാലും ഈ മൈറ്റ് സ്റ്റാർട്ട്. സോ യുണൈറ്റഡ് ആയിട്ടുള്ള ഗെയിമിൽ സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ, വേറെ വഴിയില്ല. കാരണം ആ മാതിരി ഒരു പ്രഷർ ഗെയിമാണ്. സോ ആ സമയത്ത് ഗുഡ്മാന് ഇറക്കിയാൽ കുറച്ച് പ്രഷർ ഉണ്ടാവും ഗോൾ കീപ്പറിന്. സോ ഇറ്റ്സ് ബെറ്റർ സ്റ്റാർട്ട് അലിസൺ. അപ്പോ ഈ ഗെയിമിൽ ബെഞ്ചിൽ ഉണ്ടായാൽ മതി, അതാവും ബെറ്റർ. വേണമെങ്കിൽ ഇറക്കാലോ ഗെയിമിനനുസരിച്ച്. സോ പാലസ് ഗെയിം എന്തായാലും ഇപ്പൊ സുധീപ് പറഞ്ഞ പോലെ നമ്മൾ 3 അറ്റംപ്റ്റിൽ നമ്മൾ തോറ്റു. 4ാമത്തെ അറ്റംപ്റ്റ് എന്തായാലും പൊട്ടിക്കണം. നമ്മളിപ്പോ പാലസിലേക്ക് എന്താ പറയാ, സാഡിയോ മാനയുടെ അടിമകളാണ് പാലസ്. എപ്പോ നോക്കിയാലും സാഡിയോ മാനെ ഗോളടിക്കും. ആ ഒരു ലെവലിൽ നിന്ന് പാലസ് നമുക്ക് പണി തരുന്ന പോലെ ആയിട്ടുണ്ട്. പാലസ് ഭയങ്കര ഇമ്പ്രൂവ് ആയല്ലോ. അതുകൊണ്ട് പാലസിന്റെ ഒരു കൾച്ചർ അവിടെ ഉണ്ടായി. ഇനി ഗ്ലാസ്നർ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് കാണാം. എനിക്ക് തോന്നുന്നു പാലസിന്റെ കാര്യത്തിലും ബോൺമത്തിന്റെ കാര്യത്തിലും എനിക്ക് തോന്നുന്നു ആ ഒരു ഇതുണ്ട്. ആ 2 കോച്ചസ് അവിടെ ഒരു ഇംപ്രിന്റ് അവരുടെ സ്ഥാപിച്ചിട്ടുണ്ട്. അവർക്ക് റീപ്ലേസ്മെന്റ് നല്ല ഒരാളെ കിട്ടിയിരിക്കുന്നു. അവര് അവരുടെ സ്റ്റൈൽ ഓഫ് പ്ലേ തന്നെ കളിപ്പിക്കും, ഉറപ്പാണ്. അവരെങ്ങനെ പാലസിന്റെ കാര്യം നമ്മൾ കണ്ടറിയണം. ഓക്കെ, അപ്പോ ലൈനപ്പ് വെച്ച് നോക്കുക. എനിക്ക് ആകെ 2 സുധീപ് പറഞ്ഞ പോലെ നമ്മൾക്ക് കുറച്ച് ടാർഗറ്റ് നമ്മൾ വെക്കുന്ന പോലത്തെ ഒരു കൊച്ചു ആഗ്രഹങ്ങളുണ്ട്. ഐ വോണ്ട് ഇസാക്ക് ടു സ്കോർ. ഇസാക്ക് ഒരു ഗോൾ അടിച്ച് കാണണമെന്ന് ആഗ്രഹമുണ്ട്, നല്ലൊരു പെർഫോമൻസ്. ഇനിയിപ്പോ ഏതായാലും വന്നിട്ട് ഇപ്പൊ 2-3 ആഴ്ചയായി. കഴിഞ്ഞ മാച്ച് 70 മിനിറ്റ് എന്തോ കളിച്ചു. സോ ഹീസ് ഡ്യൂ എ ഗോൾ. സല ഒബ്വിയസ്ലി പ്രഷർ ഇല്ലാത്തതുകൊണ്ട് സലയ്ക്കും ഹാപ്പി ആയിട്ട് ആൻഫീൽഡിൽ ആവണം. ലാസ്റ്റ് ആൻഫീൽഡ് പെർഫോമൻസ് എന്ന രീതിയിൽ സലയ്ക്ക് കളിക്കാം. അഗൈൻ ലൈനപ്പ് വൈസ് ഐ തിങ്ക് ഫ്രിംഗ്പോങ് may probably start at right back. കൊണാട്ടെ ന്യൂ കോൺട്രാക്ട് എന്ന് പറയുന്നുണ്ട്. വിൽ കം ടു ദാറ്റ്. വാൻ ഡൈക്ക്, കർക്കേസ്, ഗ്രാവൻബർച്ച്, സൊബോസ്ലൈ, മെക്കാലിസ്റ്റർ, വേർഡ്സ്, ഇസാക്ക്, സല. ഗാക്പോ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളതാണ് എനിക്ക് സംശയമാണ് ഗാക്പോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചിലപ്പോ ഇസാക്കിന് സബായിട്ടായിരിക്കും വരുന്നുണ്ടാവുക സെക്കൻഡ് ഹാഫിൽ. എനിക്കൊരു കൺസ്പിറസി തിയറി ഉണ്ട്.
ഇനി ലാസ്റ്റ് 5 കളി മക്കാലിസ്റ്റർ ഗംഭീര കളിയായിരിക്കും നോക്കും. വേൾഡ് കപ്പിന്റെ പ്രൊഫഷൻ പോലെ വേൾഡ് കപ്പ് അടുത്തെത്തിയതോടുകൂടി. അതെ. മാത്രല്ല അതെ, അല്ല, കോൺട്രാക്ട് റിന്യൂവൽ ടോക്സ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് കണ്ടു അല്ലെ മെക്കലിസ്റ്ററിന്റെ. അപ്പൊ മിക്കവാറും വേറെ ഏതെങ്കിലും ക്ലബും അട്രാക്ട് ചെയ്യാൻ പാകത്തിന് അങ്ങനെ സാധ്യതയുണ്ടോ? അതോ വേൾഡ് കപ്പ് തന്നെയായിരിക്കില്ലേ ഇപ്പൊ മനസ്സിൽ? വേൾഡ് കപ്പ് തന്നെയാണെന്ന് തോന്നുന്നു. വേൾഡ് കപ്പ് ആണ് അവരുടെ ടാർഗറ്റ്. ഈ മാച്ചിൽ വേർഡ്സ് ഒരു ഗോൾ അടിക്കേണ്ടതാണ്. വേർഡ്സ് ഇപ്പൊ കുറച്ചായി ഒരു ഗോൾ അടിച്ചിട്ട്. മിക്കവാറും ഈ മാച്ച് അതിനുള്ള ഒരു മാച്ച് ആയിരിക്കും. അവര് 3 at the back ആണല്ലോ. ഇസാക്ക് ഒറ്റയ്ക്ക് ഫോർവേഡ് ആയിട്ടൊക്കെ കളിക്കുമ്പോ അവിടെ ഇസാക്കിന്റെ റൺസിൽ സ്പേസ് കിട്ടി വേർഡ്സ് ഓടി കയറിയൊക്കെ ഒരു സാധ്യത. ഈ വിങ്ങർ കാരണമാണ് വേർഡ്സിന് സ്പേസ് വരുന്നത്. വിങ്ങർ വൈഡ് ആയിട്ട് കളിക്കണം. അപ്പോ ഈ എങ്കുമുഹ വന്നാൽ മാത്രമേ അത് നടക്കുള്ളൂ. വേർഡ്സിന് സ്പേസ് കിട്ടും. ഗ്യാക്പോ ഉണ്ടായ ഗ്യാക്പോ കട്ട് ചെയ്ത് അകത്ത് വരും. അത് വേർഡ്സിന് സ്പേസ് ഇല്ലാതാക്കുള്ളൂ. പുറത്തേക്ക് ട്രിപ്പിൾ ചെയ്ത് ഒരു പ്ലെയറിനെ ട്രാക്ക് ചെയ്ത് വൈഡ് ആയിട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമ്പർ 10 സ്പേസ് കിട്ടുള്ളൂ. പക്ഷെ അപ്പോഴേക്കും ഇസാക്ക് അതാണ് പ്രശ്നം. അപ്പോ ഇസാക്ക് പോലുള്ള ഒരു പ്ലെയർ ഉണ്ടാകുമ്പോൾ CBSനെ എൻഗേജ്ഡ് ആയിട്ട് വെക്കും. പോക്കറ്റ് സ്പേസ് കിട്ടും. അവിടെ അതിലാണ് വേർഡ്സ് കളിക്കുന്നത്. അപ്പൊ അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ മാത്രമേ വേർഡ്സിന് സ്കോർ ചെയ്യാൻ ചാൻസ് ഉള്ളൂ. അല്ലെങ്കിൽ പോലും തന്നെ ഹീസ് ഗെറ്റിംഗ് ഇൻ ടു റിയലി ഗുഡ് സ്പേസ്. പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ ആർക്കാ പാസ് ചെയ്യുക? അവിടെ പൊസിഷനിൽ വേറെ ആരും ഇല്ല, സപ്പോർട്ട് ചെയ്യാൻ ആളില്ല. ഏകദേശം മൈനസ് കൊടുക്കാതെ അല്ലെങ്കിൽ ലൈൻ ചേഞ്ച് ചെയ്യാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഷോട്ട് എടുക്കാനും പറ്റില്ല. അമ്മാതിരി സിറ്റുവേഷനിലാണ് വന്ന് നിൽക്കണം. ഇല്ലെങ്കിൽ നന്നായിട്ട് പാസ് ചെയ്യും, അത് ഗോൾ അടിക്കാൻ പറ്റാത്ത കൺവേർട്ട് ചെയ്യില്ല. അതാണ് പ്രശ്നം. He has to start shooting more. പാസ് ചെയ്തിട്ട് പാസ് കിട്ടുന്ന ആൾ അടിക്കുന്നില്ലെങ്കിൽ നീ തന്നെ അടിക്കും, പൊട്ടിക്ക് അങ്ങനെ ട്രൈ ചെയ്യണം. ഷൂട്ട് ചെയ്യുന്നില്ല. നമ്മൾ കുട്ടീനിയോ പോലെയാണ് നമ്മൾ ആലോചിക്കുന്നത്. കുട്ടീനിയോ ആണെങ്കിൽ ആ സ്പേസിലൊക്കെ കിട്ടുന്നത് അടിച്ചുള്ളില്ല, ഉറപ്പാണ്. അടിക്കട്ടെ, പൊട്ടിക്കട്ടെ രണ്ടെണ്ണം. അല്ല, മാത്രമല്ല ഇപ്പൊ ഈ കഴിഞ്ഞ 2 ഗെയിം വീക്ക് ആയിട്ട് ഈ ചെർക്കി ആയിട്ട് കമ്പാരിസൺ, ചെർക്കി ഭയങ്കര വലിയ പ്ലെയർ ആണ് എന്നുള്ള രീതിയിൽ ഒരുപാട് നമ്മുടെ ഫാൻസ് തന്നെ കുറെ പേര് അങ്ങനെ വേർഡ്സിനെ ഡൗട്ട് ചെയ്യുന്നതായിട്ട് തോന്നി. അങ്ങനെ എന്താ, രണ്ടുപേരുടെ 2 തരം ക്വാളിറ്റീസ് ആണ് ഞാൻ നോക്കിയപ്പോ അങ്ങനെയല്ലേ ഫീൽ ചെയ്തത്. കാരണം ഈ ഫാൻസിന്റെ ഇടയിൽ ഇപ്പൊ ഭയങ്കര ഈ വേർഡ്സിന്റെ ഔട്ട്പുട്ട് ഗോളും അല്ലെങ്കിൽ ചാൻസ് ക്രിയേഷൻ നടക്കുന്നുണ്ട്, അത് നമ്മൾ സ്റ്റാറ്റ്സ് കണ്ടു. പക്ഷെ അത് ഗോളായിട്ട് വരുന്നില്ല. ഷോട്ട്സ് ഷൂട്ട് ചെയ്യുന്നില്ല അധികം. അത് കാരണം ഗോളും അസിസ്റ്റും ഒക്കെ കുറവ്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ചാൻസ് ഒരുപാട് ക്രിയേറ്റ് ഉണ്ട്. ഇപ്പൊ തന്നെ കഴിഞ്ഞ മാച്ചില് ആ ഗ്യാക്പോന്റെ ഒരു ടോപ്പ് വോക്ക് നല്ല കിടിലം പാസ് ആയിരുന്നു. അത് ഫെയിന്റ് ചെയ്തിട്ടുള്ള പാസ് ആയിരുന്നു. അത് ഫുൾ ബാക്കിന്റെ ആ പൊസിഷനിലേക്ക് അങ്ങോട്ട് റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ സലയുടെ പൊസിഷനിലേക്ക് നോക്കിയിട്ട് ഇങ്ങോട്ട് ഉള്ളിലേക്ക് പാസ് ചെയ്യാം. അങ്ങനെ ഭയങ്കര കെയർഫുൾ ആയിട്ട് ഇതായിട്ട് സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ഗോളായിട്ട് വരാത്ത കാരണം ആരും അങ്ങനെ ചെർക്കിയെ കുറിച്ച് ആൾക്കാർ പറഞ്ഞു തുടങ്ങിയത് സിറ്റി നന്നായി കളിക്കാൻ തുടങ്ങിയ ശേഷമാണ്. നമ്മൾ നന്നായി കളിക്കാൻ തുടങ്ങിയ വേർഡ്സിന്റെ ഗോളും വേർഡ്സിന്റെ അസിസ്റ്റ് ഒക്കെ വന്നത്. ടീം നമ്പർ 10 പൊസിഷന് ഒരു ടീം പൊസിഷനാണത്. അതെല്ലാരും നന്നായി കളിച്ച ആ പ്ലെയറിന് അത്രയും ഇതുണ്ടാവും. നമ്മുടെ ടീമിന്റെ അവസ്ഥ വെച്ച് വേർഡ്സ് വരെ ഡിഫെൻഡ് ചെയ്യണം. ഈ നടക്കില്ല. അതെ, അവിടെ ഈ മെസ്സി അർജന്റീന നടക്കുന്ന പോലെ ഫ്രീ റോളാണ് ചെർക്കിക്ക്. അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നാൽ മതി. ആ പോക്കറ്റ് സ്പേസ് നോക്കി നിന്ന് അറ്റാക്കേഴ്സിനെ ഫീഡ് ചെയ്യുക, അതാണ് ഏറ്റവും വലിയ ഡ്യൂട്ടി. അപ്പൊ ഫീഡ് ചെയ്യുമ്പോൾ അവന്മാര് സ്കോർ ചെയ്യുന്നുണ്ട്, നമ്മൾ അടിക്കുന്നില്ല എന്ന് മാത്രം. കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അസിസ്റ്റ് ആയിട്ട് വരുമല്ലോ, അത്രേ ഉള്ളൂ. എന്റെ എക്സ്പെക്ടേഷൻ ഈ മാച്ച് ഇതുപോലെ പ്രഷർ ചെൽസി റിസൾട്ടിന് ശേഷം പ്രഷർ ഇല്ലാത്തത് കൊണ്ട് ഐ തിങ്ക് വി വിൽ നിക്ക് എ വിൻ ഇൻ ദിസ് ഗെയിം. ഒരു 2-1 വിക്ടറി ആണ് എന്റെ എക്സ്പെക്ടേഷൻ വിത്ത് ഇസാക്ക് സ്കോറിംഗ്. മാത്രമല്ല എത്രയൊക്കെ ഗ്ലാസ്നർ പറഞ്ഞാലും ഗ്ലാസ്നറുടെ ഒരു തോട്ട് അടുത്ത മാച്ചിലായിരിക്കും. എന്നാലും ഫസ്റ്റ് ഹാഫ് ഒക്കെ കഴിഞ്ഞാൽ പതുക്കെ ആ മാച്ചിനെ കുറിച്ച് ആലോചിച്ച് പ്ലേയേഴ്സിനെയൊക്കെ വലിക്കാനൊക്കെ ചാൻസ്. സാറും അങ്ങനെ അവരുടെ ഈ പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വലിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. എന്തായാലും നോക്കാം. അവരൊക്കെ കേറി പോവാണെങ്കിൽ നമുക്ക് ഈ അവസാനമായിട്ട് ഈ സാറൊക്കെ ലാസ്റ്റ് മിനിറ്റിലൊക്കെ ഒന്ന് ഗോൾ അടിക്കുന്ന ഒരു അവസ്ഥ
അതൊന്നും രണ്ട് ഉണ്ടാവില്ല. രീതിയിൽ വരാൻ സാധ്യത. ഒന്നെങ്കിൽ ഹി വിൽ റെസ്റ്റ് ദ പ്ലേയേഴ്സ് ഓർ ഹി വിൽ യൂസ് ദിസ് ആസ് എ പ്രിപ്പറേഷൻ മാച്ച്. അവരുടെ ടാക്ടിക്സും ആ ഷാർപ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 40 സുധി പറഞ്ഞ പോലെ 45-60 മിനിറ്റ്സ് ഫുൾ ഓൺ ആയിരിക്കും അവര്. രണ്ട് രീതിയിൽ ഇത് ചെയ്യാം. കാരണം ഗ്ലാസ്നർ പറഞ്ഞ പോലെ തന്നെ സാറ്റർഡേ തേഴ്സ്ഡേ ആണ്. സോ ഒരു കൃത്യം സാറ്റർഡേ മാച്ച് 7:30 മാച്ച് 7:30 അവിടെ 2 o'clock മാച്ച് കഴിഞ്ഞ് അവർക്ക് സുഖമായിട്ട് റെസ്റ്റ് വീട്ടിൽ പോയി റെസ്റ്റ് ചെയ്ത് സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ആയിരിക്കും അവർക്ക് -1 ആയിട്ട് വരിക. ഐ തിങ്ക് ദേ ക്യാൻ ഒരു നല്ല മാച്ച് ആയിരിക്കും. ആൻഡ് ഐ തിങ്ക് ഐ ഹോപ്പ് വി ക്യാൻ നിക് ദ ഗെയിം. പ്രഡിക്ഷൻ ആണല്ലോ പറഞ്ഞത്. പ്രഡിക്ഷൻ എന്റെ പ്രഡിക്ഷൻ 2-1 എന്നുള്ള സ്കോർ ലൈൻ. ഞാൻ 2-1 അവർ. ഗണേശ 2-1. ഞാൻ 2-0. 2-0. Yeah. Nice. Woodman clean sheet. Yeah, clean sheet. Yeah. വേർഡ്സും സൊബോസ്ലയും ഗോൾ അടിക്കും. അല്ലെങ്കിൽ ഇസാക്കും വേർഡ്സും ഗോൾ അടിക്കുന്നു. അങ്ങനെ ഐ തിങ്ക് ഞാൻ ആക്ച്വലി ഈ മാച്ചിന്റെ പ്രിവ്യൂവിന് മുമ്പ് നമുക്ക് റിവ്യൂ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഐ തിങ്ക് വി ഹാവ് ടു ടോക്ക് അബൌട്ട് ദ ഇൻഫേമസ് ചെൽസി വേഴ്സസ് ബ്രൈറ്റൺ ഗെയിം. ലിയം റൊസീനിയർ ഗോട്ട് സാക്ഡ്. ഞാൻ ആ മാച്ച് കണ്ട് എന്റെ പൊന്നോ, ചെൽസി നമ്മള് മോശമാന്ന് വിചാരിച്ചിട്ട് അവരെ കളി കാണുമ്പോ അതിനേക്കാൾ മോശം. അയ്യോ, ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് പിന്നെയും കളിച്ചു. ഫസ്റ്റ് ഹാഫ് ഒന്നുമില്ല, ആബ്സല്യൂട്ട്ലി നത്തിങ് ടു ദ പോയിന്റ് വേർ ബ്രൈറ്റണിന് ബോറടിച്ചു. ഒന്നും ചെയ്യാനില്ല ബ്രൈറ്റന്. അവര് ഒരു ഡിഫൻസും ഇല്ല, ഒരു സാധനവും ഇല്ല. ആൻഡ് ആസ് എക്സ്പെക്ടഡ് ചെൽസി പ്രോജക്ട് നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ തന്നെ പറഞ്ഞതാണ്. ചെൽസിയുടെ പ്രോജക്ട് എന്താണെന്ന് നമുക്കറിയില്ല, എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയില്ല. ആ ഓണേഴ്സ് രണ്ടുപേരും തമ്മിൽ തെറ്റാന്ന് കേൾക്കുന്നത്. ഇപ്പം ബോലിയും ഇക്ബാലി ആസ് വെൽ ആസ് പ്ലേയേഴ്സ് ആർ ഓൾസോ എന്താ ചെയ്യേണ്ടതെന്ന് അവർക്കും ഒരു ധാരണയില്ല. ഡിലാപ്പ് വാസ് വെരി വെരി അമച്വർ ഇൻ ലാസ്റ്റ് ഗെയിം. ബ്രൈറ്റന് ഭയങ്കര ഈസി ആയിരുന്നു. ബ്രൈറ്റന് വലിയ ഒന്നും ഇല്ലായിരുന്നു ചെയ്യാൻ ബ്രൈറ്റൺ. സോ എന്താണ് റൊസീനിയർ, another manager sacked, another managerial position open for summer. Nagelsmann, Xabi Alonso, Xavi, Iraola, Glasner, endless possibilities. World Cup Fabregas, yes. Chelsea, if I was a Chelsea manager, I mean owner, I will take all my money and give it to Diego Simeone. ചെൽസി എന്ന ക്ലബിന്റെ ഐഡന്റിറ്റിക്കും ഇപ്പത്തെ ഐഡന്റിറ്റി അല്ല, ഒറിജിനൽ ചെൽസിയുടെ ഐഡന്റിറ്റിക്കും ചെൽസിയുടെ വൈബിനും പറ്റിയൊരു കോച്ചാണ് സിമിയോണി. എന്തായാലും പുള്ളി അത്ലറ്റിക്കോ വേണ്ടി ഇറങ്ങുന്ന തോന്നുന്നത്. പക്ഷെ അയാളെ ഹാൻഡിൽ ചെയ്യാൻ അവരുടെ മാനേജ്മെന്റിന് പറ്റൂല്ലോ എന്നുള്ള മാത്രമാണ് ചോദ്യം. പ്ലസ് പുള്ളിക്ക് ഈ യൂത്ത് പ്രോജക്റ്റ് ഒന്നും വർക്ക് ആവൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. സിമിയോണി കാര്യം ഫുട്ബോൾ സ്റ്റൈൽ വെക്കുമ്പോ യുഎസ്എ മറീനിയോ ഒക്കെ വരും. ശരിയാണ്. മൊറീനിയോടെ ഒരു എന്താ പറയാ വൈബ് എന്നൊക്കെ പഴയ ചെൽസി, അതെ ഒരു വൈബ് എന്നൊക്കെ പറയൂലോ. അതായത് ഈ ചില വേറെ വഴികളിൽ കൂടെ കളി ജയിക്കാൻ നോക്കലും അതെ അങ്ങനെയുള്ളതിലൊക്കെ കറക്റ്റ് ആണ്. പക്ഷെ എനിക്ക് തോന്നില്ല സിമിയോണിക്ക് അവിടെ പറ്റുന്നുള്ളത്. അവിടെ വരാൻ സാധ്യത ഇതുപോലെ ഏതെങ്കിലും സ്റ്റോപ്പ് ഗ്യാപ്പ് മാനേജേഴ്സ് ആയിരിക്കും. ഒരു പ്രോജക്റ്റ് താല്പര്യമുള്ള മാനേജേഴ്സ് ഒക്കെ അവിടെ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അവിടെ എന്തായാലും 1 വർഷമോ 1.5 വർഷമോ മാക്സിമം അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഒരു സീസണിൽ നന്നായിട്ട് പെർഫോം ചെയ്താലും അടുത്ത സീസൺ സ്റ്റാർട്ടിങ് മോശമായ അപ്പോ അവിടുന്ന് സാക്ക് വരും. അപ്പോ നല്ലൊരു സെവറൻസ് പാക്കേജ് ഒക്കെ പ്രതീക്ഷിച്ച് പോകുന്ന കുറച്ചു കാലം ഒരു പ്രൊഫൈലില് ചെൽസി എന്ന് പറഞ്ഞ ക്ലബിന്റെ മാനേജറായി ഇരുന്നു എന്നുള്ളത് വരുത്താനൊക്കെ പാകത്തിലുള്ള അങ്ങനെയുള്ള മാനേജേഴ്സിന് അങ്ങോട്ട് പോകുള്ളൂ എന്നുള്ളൂ. കാരണം സീസണിൽ തന്നെ 2 സാക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ സീസണിലും 2 മാനേജറൊക്കെ വെച്ച് സാക്ക് ചെയ്യുന്ന ഒരു രീതി, അത് ഏത് മാനേജർ അവിടെ പോവും? അവിടെ പ്രൊഫൈല് വീണ്ടും കൂടിയിട്ടുണ്ട്. അതെ ലാംബാർഡിനെ അങ്ങോട്ട് പോകുന്ന എനിക്ക് ഡൗട്ട് ഉണ്ട്. ഫാൻസ് ഒക്കെ പറയുണ്ടാവും ലാംബാർഡിനെ തിരിച്ചു കൊണ്ടുവരണം. എനിക്കറിയില്ല. അതെ ടെറി ഉണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റും. ജോൺ ടെറിക്ക്, ലാംബാർഡിന്, അങ്ങനെയുള്ളവർക്കൊക്കെ അവിടെ ചെന്ന് കുറച്ചു കാലമൊക്കെ രസിച്ചൊക്കെ ഇരുന്ന് ഒരു
കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി തിരിച്ചു പോരാന്നല്ലാതെ ഒരു സീരിയസ് ഒരു പ്രോജക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ നിൽക്കുന്ന മാനേജേഴ്സ് ഒന്നും അങ്ങനെ പോവാൻ സാധ്യതയില്ല. അതാണ് എനിക്ക് ഫീൽ ചെയ്യണത്. ഞാൻ സുദീപിനോട് അത് ചോദിക്കുന്നത് കാരണം വെച്ചാല് യങ് പ്ലേയേഴ്സ് ആണ് മറ്റേ ചെൽസിയിലുള്ളത്. അപ്പോ ഈ സിമിയോണെ വെച്ചുള്ള പ്രോജക്റ്റ്, അതായത് സിമിയോണെ മൊറീഞ്ഞോ പോലെ ആ ഒരു കോച്ച് ആ ഒരു ഫുട്ബോൾ കളിക്കണമെങ്കിൽ അതിനുള്ള പ്ലേയേഴ്സ് അവിടെ ഇല്ല. അതിനുള്ള ഡിഫൻസീവ് സെറ്റപ്പ് ഇല്ല, അറ്റാക്കിംഗ് സെറ്റപ്പ് ഇല്ല, ഔട്ട്പുട്ട്. അതാണ് നമ്മൾ ആലോചിക്കുന്നത്. ഗോൾ അടിച്ചിട്ട് കുറെ കളിയായി ചെൽസി ഗോൾ അടിച്ചിട്ട്. അതാണ്. അപ്പൊ ഈ ഔട്ട്പുട്ട് ഇല്ലാത്ത കളി സംഹൗ ഗെറ്റ് ദ വിൻ എന്ന് പറഞ്ഞാൽ ആര് ഗോൾ അടിക്കാനാണ്? ആരും ഇല്ല ഗോൾ അടിക്കാൻ. ഒരു സെറ്റപ്പ് വെച്ചിട്ട് സിമിയോണിനൊന്നും ആ ബാധിക്കുന്ന നോക്കണ്ട. വി ക്യാൻ എക്സ്പെക്ട് സമ്മൺ ലൈക്ക് എന്താ പറയാ, ഒരു ഫാബ്രിഗാസ് അല്ലെങ്കിൽ ഗ്ലാസ്നർ പോലെ എനിക്ക് തോന്നില്ല. കാരണം അയാള് ഈ മാനേജ്മെന്റ് നടക്കുന്നതൊക്കെ വിളിച്ചു പറയും ചിലപ്പോ. നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ പ്രഷറിൽ. അപ്പോ അയാളൊന്നും പോവാൻ സാധ്യതയില്ല. പോസിറ്റീവിനെ വേണമെങ്കിൽ പറയാം. സ്പേഴ്സില് അത്രയോ പ്രശ്നം നടന്നിട്ടുണ്ടായി. മൂപ്പര് ഒന്നുപോലും പുറത്തു പറഞ്ഞിട്ടില്ല. പുറത്തു പോയ ശേഷമാണ് പറഞ്ഞത്. അപ്പോ പോസിറ്റീവിനെ വേണമെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം മേ ബി ആ ഭാഗത്തേക്ക് വരാനായിട്ട്. പിന്നെ നോബഡി ടോക്സ് അബൌട്ട് സിദാൻ ഓർ സാവി, അങ്ങനെ കുറെ കോച്ച് ഉണ്ട്. ആരും അതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. മേ ബി അവന്മാരൊക്കെ സൈലന്റ് ആണ് തോന്നുന്നു. മേ ബി നാഷണൽ ഡ്യൂട്ടി കിട്ടാൻ വേണ്ടി നോക്കി നിൽക്കായിരിക്കും. ഒരാള് സ്പെയിനും ഒരാള് ഫ്രാൻസും കിട്ടിയാൽ ഉഷാറാവും. പിന്നെ ചെൽസിക്ക് പിന്നുള്ള ഓപ്ഷൻ ഗാരറ്റ് സൗത്ത്ഗേറ്റ് ആണ്. അത് അയാൾക്ക് പറ്റിയ പ്ലേയേഴ്സ് ഉണ്ട് അവിടെ. അയാൾക്ക് പറ്റിയ പ്ലേയേഴ്സ് ഉണ്ട്, ഷുവറാണ്. അയാൾക്ക് പറ്റിയ പ്ലേയേഴ്സ് ഉണ്ട്. ഒരു ഹൈറ്റുള്ള സ്ട്രൈക്കർ ഉണ്ട്. പോരെ, അങ്ങോട്ട് നേരെ കൊണ്ടുപോയി ക്രോസ് ചെയ്യാം. വേറൊരു സാധ്യത ആർടെറ്റ അയാളെ സാക്കിയുണ്ട്. വെറുതെ പറഞ്ഞ ലണ്ടൻ ക്ലബ് തന്നെയാണ്. അത് നടക്കുന്നില്ല വെറുതെ. അല്ല, ഇത്തവണ കപ്പ് കിട്ടിയില്ലെങ്കിൽ. എന്നാൽ നമുക്ക് അങ്ങോട്ടേക്കും പോയാലോ. സിറ്റി 1 അഗെയിൻസ്റ്റ് ബേൺലി. ലാസ്റ്റ് ഒരു 5-6 മിനിറ്റ് സിറ്റി ഒന്ന് വേർത്തു. എന്നാലും എന്താ പറയാ, ഒരു മിറക്കിൾ ഇല്ലാണ്ട് ബേൺലി ജയിക്കില്ലായിരുന്നു. ബേൺലി ഗോട്ട് റെലിഗേറ്റഡ്. സോ ഇനി സിറ്റി ഹൈ സ്കോറിംഗ് ഗെയിമാണ് പ്രതീക്ഷിച്ചത്. അതെ അതെ അതെ, പക്ഷെ നടന്നില്ല. അപ്പൊ അൾട്രാ ഡിഫൻസീവ് മോഡിലായി. അപ്പൊ ബേൺലി കയറി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ബേൺമത്ത് 2-2 ആയി. അഗൈൻ ചാമ്പ്യൻസ് ലീഗ് ഹോപ്പ്ഫുൾസ് ആയിരുന്നു. സ്ലോട്ടിന് വീണ്ടും ഭാഗ്യം. ലീഡ്സ് ആയിട്ട് ഡ്രോ. ലീഡ്സ് റിലേഗേഷൻ ഒക്കെ ബീറ്റ് ചെയ്ത്. So I think we can talk about the game of the weekend rather than Liverpool game, that is Arsenal Newcastle. It's a very very good game. കണ്ടെക്സ്റ്റ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ സീസണിൽ എപ്പോ ആണെങ്കിലും ആർസണൽ ന്യൂകാസിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഗെയിം തന്നെ ആയിരിക്കും. അതിനകത്ത് ന്യൂകാസലിന്റെ ഫോമും, ന്യൂകാസൽ വാണ്ട്സ് എനി കൈൻഡ് ഓഫ് യൂറോപ്യൻ ആംബിഷൻസ്, അവർ ജയിച്ചേ പറ്റൂ. അവരെ ഇഞ്ചറീസ് കഴിഞ്ഞ് പ്ലേയേഴ്സ് ഒക്കെ തിരിച്ചെത്തിയിട്ടുണ്ട്. And Arsenal will be under extreme pressure. Arsenal playing at home, must win game. Arsenal 5 മാച്ച് മസ്റ്റ് വിൻ ആണ്. അതുകൊണ്ട് അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. 5 കപ്പ് ഫൈനൽസ് ആണ്. സ്കോർ ചെയ്യണം ഒരുപാട്. 1-0 ജയിച്ചാൽ പോരെ. അപ്പോ തുറന്ന് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്ക് അറിയാൻ നോക്കണം. കാരണം ഇവര് ആ ഡിഫൻസീവ് സ്ട്രക്ചർ ഒക്കെ പൊളിച്ചിട്ട് വേണം അറ്റാക്ക് ചെയ്യാനായിട്ട്. ഏത് ഷേപ്പിലായിരിക്കും കളിക്കുന്നത് നമുക്ക് അറിയണം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ ന്യൂകാസിന് അഗേൻസ്റ്റ് ഒരു ഓപ്പൺ ഫുട്ബോൾ കളിക്കുമോ എന്ന് അറിയില്ല. പോരാത്തിന് ആരിറക്കുന്ന അറിയില്ല. സോ എനിക്കൊരു കാര്യം പറയണ്ട ഇതില്. ഈ ഡിഫൻസീവ് ഷേപ്പ് എന്ന് പറയുമ്പോ ഇപ്പൊ കുറെ ലെഫ്റ്റ് ബാക്ക് ആവട്ടെ റൈറ്റ് ബാക്ക് ആവട്ടെ ഒരുപാട് പൊളിയുന്നുണ്ട് അറ്റാക്കിംഗ് ബേസ്. ഇപ്പോ ബെൻ വൈറ്റ് കളിച്ചു, അതുപോലെ മസ്കേറ കളിച്ചു. ഈ സ്റ്റെബിലിറ്റി കൊടുത്തത് മൊത്തം ടിംബറാണ്. നമ്മള് എല്ലാരും ഈ സലീബ ഗബ്രിയൽ അവര് ഗോൾ അടിക്കുന്നുണ്ട്. ഗോള് മേടിക്കാത്തതിന്റെ കാരണം ഈ ഒരു റൈറ്റ് ബാക്ക് കൂടിയാണ്. ടിംബർ ഇല്ലാത്തതാണ് ഏറ്റവും വലിയൊരു അടി അവർക്ക്.
ആ സൈഡ് മൊത്തം പൊട്ടിയിരിക്കുകയാണ്. ടിംബർ കളിച്ച് 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 പരിക്കായതാ. ആ എല്ലാ കളിയും കളിച്ചു. അത് വെച്ച് നോക്കുമ്പോ ഇപ്പൊ ന്യൂ കാസിലിന് ഏകദേശം ഗോൾ സ്കോറിംഗ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. ഡിഫൻസീവ് ഇഷ്യൂസ് ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ആർസണലിന്റെ സ്കോറിംഗ് ഇതും പ്രശ്നമാണ്. കാരണം ഇപ്പൊ അറ്റാക്കിംഗ് പാറ്റേൺ ഒന്നും പറയാനായിട്ട് ഒന്നുമില്ല. കോർണറിലൊന്നും ഇപ്പൊ ഗോൾ വരുന്നില്ല. അവര് മടുത്തു തോന്നുന്നു ഇങ്ങനെ കളിച്ച്. അപ്പൊ മര്യാദക്ക് കളിക്കുന്നു വിചാരിക്കുന്നു. ലൈക്ക് ഇതിപ്പോ അവസാന ഗെയിം വീക്ക് വരെ പോവാണെങ്കിൽ നമ്മള് ലിവർപൂളും വേറൊരു ടീമും കളിച്ചു. പിന്നെ സിറ്റി ആസ്റ്റൺ വില്ല എഗെയിൻ അതുപോലെയാണ് വരുന്നത് ഒരു കൺക്ലൂഡിങ്. ആസ്റ്റൺ വില്ല ആദ്യം 2 ഗോൾ അടിച്ചു, പിന്നെ സിറ്റി 3 ഗോൾ അടിച്ച് ജയിച്ചു. അമ്മാതിരി ഒരു ഫൈനൽ ഡേ ഫിനിഷ് വരെ എനിക്ക് തോന്നില്ല. ഞാൻ പറയുന്നില്ല, സ്റ്റിൽ രണ്ടുപേരും ഒരേ പോയിന്റ്സിലാണ്. സിറ്റി അത്രയ്ക്ക് കൺവിൻസിങ് ആയിട്ടൊന്നും തോന്നുന്നില്ല. ആർസണലിന്റെ കൂടെ തന്നെ ഹാവേർട്സിന് 2-2 ആക്കാൻ പറ്റുമായിരുന്നു. അതിന് പുറമെ കുറെ ചാൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആർസണൽ ക്യാപിറ്റലൈസ് ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. സോ എനിക്ക് തോന്നുന്നില്ല ഇറ്റ് വിൽ ബി ടൈറ്റ് ഫിനിഷ്. ചിലപ്പോ ആരെങ്കിലും തോറ്റൊന്നും വരെ വരാം. ഏത് സിറ്റി ഓർ ആർസണൽ ആരെങ്കിലും തോക്കാൻ വരെ സാധ്യതയുണ്ട് നടക്ക്. ആർസണൽ ഹാസ് ടു സ്റ്റാർട്ട് ഗ്യോക്കറേസ്. എനിക്ക് ഈ എസെ കൊണ്ടുപോയിട്ട് ലെഫ്റ്റ് കളിക്കുന്ന തീരെ ഇഷ്ടം. എസെ ഇസ് എ നമ്പർ 10. ഹി ഹാസ് ടു പ്ലേ 10. ഒഡേഗാർഡ് കളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എസെ 10 കളിച്ചിട്ട് ഇഫ് Madueke and either Martinelli, I think Trossard should play also. Trossard കുറച്ച് ക്ലച്ചാണ് ഇങ്ങനത്തെ മാച്ചസിലൊക്കെ. ട്രൊസാർഡ് ഒരു നാക്ക് ഉണ്ട്. ആൻഡ് ഗ്യോക്കറേസ് ഷുഡ് ബി ഫോർവേഡ്. ഹാവേർട്സും കളിക്കാൻ പാടില്ല. എന്റെ ഒരു ഇതാണ്, എന്റെ ലോജിക്ക്. ആർസണൽ ഹാസ് ടു സ്കോർ ഗോൾസ്. സോ പോസിബിളി എസെ, മദുവേക്കെ, ട്രൊസാർഡ്, ഗ്യോക്കറേസ് ഫ്രണ്ടിൽ കളിച്ചു കഴിഞ്ഞാൽ. ബട്ട് ആർട്ടേറ്റ കളിപ്പിക്കൂല, അതാണ് പ്രശ്നം. അവിടെയാണ് ഈ സുബിമെൻഡി ആൻഡ് റൈസ് ആസ് എ പിവറ്റ് വെച്ച് കഴിഞ്ഞാൽ they can force a result. അധികം അറ്റാക്ക് കളിക്കാൻ പറ്റില്ല. എസ്പെഷ്യലി ന്യൂകാസലിന് ഒരു ക്വാളിറ്റി ഉണ്ട്, ദേ ആർ വെരി ഗുഡ് അറ്റ് കൗണ്ടേഴ്സ്. ആ കൗണ്ടേഴ്സ് വെച്ചിട്ട് ന്യൂകാസൽ ക്യാൻ അറ്റാക്ക്. പ്രശ്നം എന്താന്ന് വെച്ചാല് ന്യൂകാസലിന്റെ എയിം ഷുഡ് ബി ടു സ്കോർ ഫസ്റ്റ് സംഹൗ. കാരണം ഫസ്റ്റ് ന്യൂകാസൽ അടിച്ചാല് ദ ഗ്രൗണ്ട്, ദ സ്റ്റേഡിയം, ദ ഫാൻസ്, ദ പ്ലേയേഴ്സ് എല്ലാം ഡെസ്പോ. സോ ഇൻ ന്യൂകാസൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ അറ്റാക്ക് ഇൻ ദ ഫസ്റ്റ് 20 minutes when they are nervous. എനിക്ക് ഫീൽ ചെയ്യണത് ഈ മാച്ച് ന്യൂകാസലിന്റെ മിഡ്ഫീൽഡ് തിരിച്ചു വന്നു എല്ലാരും. മിക്കവാറും അത് മിഡ്ഫീൽഡ് ബാറ്റിലായിരിക്കും. അപ്പൊ ആർട്ടറ്റ അത് നോക്കി മിഡ്ഫീൽഡ് സ്ട്രോങ് ആക്കി വെക്കാനുള്ള ഒരു ഇതായിരിക്കും. അത് കാരണം എസ് സ്റ്റാർട്ട് ചെയ്യുന്ന എനിക്ക് ഫീൽ ചെയ്യണില്ല. കാരണം സുബിമെന്റി കുഴപ്പമൊന്നുമില്ല, പരിക്കൊന്നുമില്ല. സുബിമെന്റി ഉണ്ടാവും, റൈസ്, അവർ രണ്ടുപേരും എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ കൂടെ ഒഡേഗാർഡ് തന്നെ ആയിരിക്കും ഇറങ്ങാനുള്ള ചാൻസ് ഞാൻ കാണുന്നത്. ആസ് എ സെക്കൻഡ് ഹാഫില് ഒക്കെ വരാനുള്ള ഒരു സാധ്യതയായിരിക്കും തോന്നുന്നത്. പറഞ്ഞ പോലെ ട്രൊസാർഡ്, റൈസ് ഉണ്ടല്ലോ, റൈസ്, ട്രൊസാർഡ് എന്തായാലും ഉണ്ടാവും. ട്രൊസാർഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഗുണം ട്രൊസാർഡ് വെച്ചിട്ട് ഒരുപാട് കോർണേഴ്സ് കിട്ടാറുണ്ട്. ട്രൊസാർഡിന്റെ സൈഡിൽ നിന്ന് അവിടുന്ന് ഡ്രിപ്പിൾ ചെയ്ത് വരും, ഷൂട്ട് ചെയ്യും, അതവിടെ കോർണർ പോവും. അങ്ങനെ അതൊക്കെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു. അപ്പോ അതിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള സാധ്യത. പിന്നെ കാലിഫിയോറി ഒക്കെ തിരിച്ചു വരണ്ടെന്ന് അങ്ങനെ പറഞ്ഞു. മാച്ച് ഫിറ്റ് അല്ല. അതെ അതെ അതെ. തല ഹിൻകാപ്പിയെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. എനിക്ക് ഫീൽ ചെയ്യണത് ആർസണൽ ഈ മാച്ച് ഡ്രോ ആവുന്നുള്ളതാണ് എനിക്ക് തോന്നണം. ജയിക്കുന്ന ഞാൻ പറയണില്ല. കാരണം ഇപ്പോ അവരുടെ ഒരു ടഫ് മാച്ച് എന്ന് പറയുന്നത് അവരുടെ സ്റ്റൈലിനെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്നൊരു ടീമാണ് ന്യൂകാസിൽ ശരിക്കും. മാത്രമല്ല ന്യൂകാസലിന് ഒരു പ്രശ്നമുള്ളത്, നേരത്തെ ഗോർഡൻ ഉണ്ടായിരുന്നു. അപ്പൊ ഗോർഡൻ ഇപ്പൊ ഇഞ്ചേർഡ് ആണ്. ഗോർഡൻ ഉള്ളപ്പോ ഏകദേശം പ്രഡിക്റ്റബിൾ അവരെങ്ങനെ കളിക്കാന്ന് അറിയാം. ഇതിപ്പോ അൺനോൺ ക്വാണ്ടിറ്റി പോലെ ഗോർഡൻ പെട്ടെന്നില്ല. വോൾട്ടമാടെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. എനിക്ക് ഫീൽ ചെയ്യണത് വോൾട്ടമാടെ ഈ മാച്ചിൽ ഗോൾ അടിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ട്. ഒരു 1-1 ഡ്രോ എന്നുള്ള രീതിയിലേക്കായിരിക്കും ഈ മാച്ച് പോവുക. ആർസണൽ ജയിക്കാനുള്ള ചാൻസ് അത് സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണെന്നുള്ളതായിരിക്കും. ഇപ്പൊ സെക്കൻഡ് ഹാഫിൽ എസയൊക്കെ വന്ന് എസയൊക്കെ കളിപ്പിക്കുകയൊക്കെ ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ചിലപ്പോ, അല്ലെങ്കിൽ ഗബ്രിയൽ ജീസൂസ്, അങ്ങനെയൊക്കെ ക്ലച്ച് പ്ലേയേഴ്സ് അവരൊക്കെ വേണമെങ്കിൽ ലാസ്റ്റ് ഗോൾ അടിച്ച് ജയിപ്പിക്കാൻ പറ്റുന്ന അങ്ങനത്തെ പ്ലേയേഴ്സ് അവരൊക്കെ ഇറക്കുകയാണെങ്കിൽ ഒരു ചാൻസ്. എനിവേ 1-1
ഈ നല്ല കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ 2-1 വിൻ, ഇല്ലെങ്കിൽ ഒരു 1-1 ഡ്രോയിലേക്കായിരിക്കും മാച്ച്. ഐ തിങ്ക് അഗൈൻ ഡ്രോ ആണ് ഞാൻ നോക്കുന്നത്. ഇറ്റ് കുഡ് ബി 0-0 ഡ്രോ. പക്ഷെ ഈ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാം, ഈ ആർസണൽ ജയിക്കും. അതെ, ഒരു കാര്യം കൂടി പറയാം, ഈ മാച്ച് ഡ്രോ ആയി എന്നുള്ളത് കൊണ്ട് ആർസണലിന്റെ ടൈറ്റിൽ അത് അവര് പുറത്താവുന്നില്ല. കാരണം സിറ്റിക്കും ഭയങ്കര ടഫ് ഗെയിംസ് ആണ് വരുന്നത്. ആർസണല് വിൽ സ്റ്റിൽ ബി ഇൻ ദ ടൈറ്റിൽ റേസ്. അവര് ഈ മാച്ച് ഏതാ സിറ്റി അണ്ടർ പ്രഷർ എന്നാണല്ലോ അത്. സിറ്റി അണ്ടർ പ്രഷർ ആയാൽ സുദീപ് അണ്ടർ പ്രഷർ ആവും കമന്റ് ബോക്സില്. കാരണം സിറ്റിയുടെ സിറ്റി, ഞാനത് ക്ലിയർ ചെയ്യാം, അത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നുള്ള. അത് ഇതിനു മുമ്പ് പോഡ്കാസ്റ്റ് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു, ഡീറ്റെയിൽ ആയിട്ട്. അതായത് സിറ്റിയുടെ അന്നത്തെ പ്ലേയേഴ്സ് അല്ല, ഇപ്പൊ പുതിയ ജനറേഷൻ, പുതിയ യങ് പ്ലേയേഴ്സും ഒക്കെയാണ്. അവർക്ക് അത് ശീലമില്ല അങ്ങനെ കളിച്ച്. കാരണം അത് കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടു. കഴിഞ്ഞ സീസണിൽ അവർക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഒരുപാട് മാച്ച് ഫസ്റ്റ് ഈ ലീഡൊക്കെ എടുത്തതിന് ശേഷം ആ ലീഡ് പോകുന്നൊരു അവസ്ഥ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എല്ലാ ലീഗിലായാലും ചാമ്പ്യൻസ് ലീഗിലായാലും ഒക്കെ ആ പ്രശ്നം സിറ്റിയെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് വരും. അതൊരു പ്രഷറിന്റെ ഭാഗമായിരുന്നു അങ്ങനെ സംഭവിക്കുന്നത്. പണ്ട് സിറ്റിക്ക് അങ്ങനെ സംഭവിക്കില്ല. പണ്ട് സിറ്റി ഗോൾ അടിച്ച് ലീഡ് എടുത്തു കഴിഞ്ഞാൽ ആ ലീഡ് അവിടെ സേഫ് ആണ്. പക്ഷെ എത്ര മാച്ച് നമ്മൾ കണ്ടു, ബോർഡോന്റെ അടുത്ത് കണ്ടു, ഇത്തവണ തന്നെ ഈ സീസണിൽ തന്നെ കണ്ടു. അങ്ങനെ നമ്മള് സിറ്റി ഭയങ്കര കംഫർട്ടബിൾ ആണ്. കഴിഞ്ഞ മാച്ചിനെ എടുത്തു നോക്കാലോ, ബേൺലി മാച്ച് തന്നെ ഒരു ടഫായിരുന്നു. ആ ഒരു ഇതിലേക്ക് എത്തി. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം സിറ്റിക്ക് ഉണ്ട്. പണ്ടത്തെ സിറ്റി അല്ല ഇപ്പൊ, അവരുടെ ആ ലീഡേഴ്സും ഇതൊക്കെ ഉണ്ടായിരുന്ന സിറ്റി അല്ല. പക്ഷേ സിറ്റിയുടെ ബെഞ്ചില് 2 പേര് മൾട്ടിപ്പിൾ പ്രീമിയർ ലീഗ് വിന്നേഴ്സ് ആണ്. അത്രയല്ലേ ഉള്ളൂ 2 പ്ലേയേഴ്സ്. അല്ലെ ഞാൻ പറഞ്ഞ യങ് പ്ലേയേഴ്സ് ഇപ്പൊ പ്ലേയേഴ്സ് അല്ല പറഞ്ഞത്, കോച്ചുകള്. കോച്ച് ഡെഫിനറ്റ്ലി അതുണ്ട്. ഇന്ത്യൻസ് ആയാലും അതൊക്കെ ഉണ്ട്. പക്ഷെ യങ് പ്ലേയേഴ്സ് ആണല്ലോ. പെപ്റ്റിൻ അല്ലല്ലോ മാനേജ് ചെയ്യണത്, ഗാർഡിയോളയാണല്ലോ ടീം മാനേജ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പ്ലേയേഴ്സ് ആണല്ലോ കളിക്കുന്നത്. യങ് പ്ലേയേഴ്സ് അവര് കളിക്കുകയാണല്ലോ. അത്രയല്ലേ. ഞാൻ പറയണത് അവര് ജയിക്കില്ല എന്നല്ല, പക്ഷെ അവര് പ്രഷർ ഉണ്ടാവും എന്നുള്ളതാണ്. ആ പ്രഷർ അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അത് മെയിൻറ്റെയിൻ ചെയ്ത് അത് ഓവർകം ചെയ്യുകയാണെങ്കിൽ അവർക്ക് ജയിക്കാം. പക്ഷെ അത് ഇത്തിരി ടഫ് ആയിരിക്കുന്ന ഞാൻ പറയുള്ളൂ. സിറ്റി അണ്ടർ പ്രഷർ എന്ന് പറഞ്ഞാൽ സിറ്റി ടൈറ്റിൽ ഇല്ലാണ്ട് ആവുന്നല്ല. അവർക്ക് വളരെ ടഫാണ്, അവർക്ക് വളരെ ഡിഫിക്കൽട്ടാണ് ആ ഒരു ഇവരൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. പെപ്റ്റിൻ ലിൻഡേഴ്സ് ആയാലും കൊളോ ടൂറെ ആയാലും പെപ് ഗാർഡിയോള ആയാലും ഇവരൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. പക്ഷെ യങ് പ്ലേയേഴ്സ് എങ്ങനെ, ഇപ്പൊ നിക്കോ റയലി, ചെർക്കിയൊക്കെ വളരെ യങ് ആയിട്ടുള്ള പ്ലേയേഴ്സ്, കുഷ്നോവ്, ഇവരൊക്കെ ആ ഒരു ഇതിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളത് മാത്രമാണ്. അത് ഓവർകം ചെയ്യാൻ പറ്റിയ ഡെഫിനറ്റ്ലി സിറ്റി വിൽ വിൻ ദ ലീഗ്. പക്ഷേ ഞാൻ പറഞ്ഞത് ആർസണലിന് അഡ്വാൻറ്റേജ് അങ്ങനെയുള്ള യങ് പ്ലേയേഴ്സ് അല്ല അവരുടെ ടീമിൽ. അവര് കുറേയും കൂടി പക്വത വന്ന അത്ര സീസണിൽ ഒരുമിച്ച് കളിച്ച് പരിചയമുള്ള പ്ലേയേഴ്സ് ആണ്. അതാണ് ആർസണലിന്റെ അഡ്വാൻറ്റേജ്. യെസ്, പറഞ്ഞോ. ആർസണലിന് വെഡ്നസ്ഡേ അവേ അറ്റ് അത്ലറ്റിക്കോ മാഡ്രിഡ് ഉണ്ട്. ഐ നോ ആർസണൽ ഫാൻസ് ഓർ മാനേജർ കാൺ തിങ്ക് അബൌട്ട് ഇറ്റ്, ബട്ട് അഗൈൻ അത് സിറ്റിക്ക് ആ ഒരു പ്രഷർ ഇല്ല. സിറ്റി ക്യാൻ ജസ്റ്റ് പ്ലേ 1 ഗെയിം വീക്ക്. ഈ യുണൈറ്റഡിന്റെ സീസൺ പോലെ ആഴ്ചയിൽ ഒരു മാച്ച്. സോ ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. FA കപ്പ് ഉണ്ട്, സ്റ്റിൽ ഇറ്റ്സ് സൗത്താംപ്ടൺ ഡസന്റ് മാറ്റർ. Another game, prediction പറഞ്ഞല്ലേ. Okay, Manchester United versus Brentford, top 3 battle. Brentford നല്ല ചാൻസ് ഉണ്ടായിരുന്നു ചാമ്പ്യൻസ് ലീഗ് പ്ലേസ് കിട്ടാൻ, അടുപ്പിച്ച് 5 ഡ്രോ. And again 2 teams who have nothing to play for. United almost 10 points gap in the City ആയിട്ട്. So I am expecting an open game. I think Brentford will go for it, United will go for it, or both of them won't go for it. So I'm going for United win there. ഒരു 2-0 win for United I'm going. ഞാൻ going for Brentford win. അവേയാണ്. Yes, ജയിക്കും. കാരണം ആ ഡിഫൻസ് പൊളിക്കാൻ ഇഗോർ തിയാഗോ ഒക്കെ കളിക്കും, പേടിക്കണ്ട, അത് മതി. ചെൽസി പ്രഷർ കൊടുത്തില്ല എന്ന് മാത്രം. ഇവന്മാർക്ക് അറിയാലോ, ഇവന്മാര് പ്രഷർ ആയിരിക്കും, ലോങ് ത്രോവും കോർണറൊക്കെ ആയിട്ട്. ഫുൾഹാം വില്ല അല്ല, സുദീപ് പറ.
അല്ല, ഞാൻ യുണൈറ്റഡ് ജയിക്കാൻ തന്നെയാണ് ചാൻസ്. ഞാൻ കാണുന്നത് അങ്ങനെയാണ്. യുണൈറ്റഡ് ആയിരിക്കും ജയിക്കുക. അവര് നമ്മുടെ അടുത്താ തോക്കുക. നമ്മുടെ അടുത്ത് തോറ്റിട്ടാണ് അവരുടെ ടോപ്പ് 3 പൊസിഷൻ പോകാൻ പോകുന്നത്. ഇത് ജയിക്കും. Fulham Villa, I'm going for a Fulham win. I think Fulham at home will win the right. അതും ഞാൻ അഗ്രി ചെയ്യണു. ഫുള്ളാം ജയിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഫുള്ളാം 2 കളിയായിട്ട് ഗെയിം പ്ലേയേഴ്സിന് ചേഞ്ച് ചെയ്യാൻ സാധ്യതയില്ല. അവർക്കും ഈ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ ത്രൂ പ്രീമിയർ ലീഗ് അവരും എക്സ്പെക്ട് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ അവർക്ക് മറ്റേതുണ്ട്, യൂറോപ്പ ഉണ്ട്. അതാണ് നോട്ട് യൂസിങ് യൂറോപ്പ. അതിനാലോചിച്ചിട്ട് കാര്യമില്ല. മേ ബി ലാസ്റ്റ് ഗെയിം കളിച്ച കളി ആണ് കളിക്കണമെങ്കിൽ ഫുൾഹമിന് ഈസി ആയിട്ട് അവർ പൊട്ടിക്കും. ഐ ഡോണ്ട് തിങ്ക് ഫുൾഹം ഈ സണ്ടർലാൻഡിന്റെ എനർജി ലെവൽ മാച്ച് ചെയ്ത് കളിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അവന്മാരുടെ അടുത്ത് തന്നെ ഇവന്മാര് 4 അടിച്ചിട്ടുണ്ട്. റിയലി ഗുഡ് ഫോം. ഇല്ല ജയിക്കുന്നത് ഒരു പ്രശ്നം ഇവോബി ഇഞ്ചേർഡ് ആണെന്ന് തോന്നുന്നു അല്ലെ? ഇവോബി ഇഞ്ചേർഡ് ആണ്. ആ ഒരു എനർജിയിൽ കളിക്കാൻ പറ്റില്ല. അവന്മാര് ലൈക്ക് ടാക്ടിക്കലി സ്ട്രോങ് ആണ്. വലിയ എല്ലാരും തിരിച്ചു വന്നു. ആരും അങ്ങനെ പറയാൻ ഇഞ്ചറി പറയാനായിട്ട് ആരുമില്ല. ഏകദേശം എല്ലാരും ഉണ്ട്. എലിയറ്റിന് വല്ല ട്രോഫി കിട്ടുമോ ജയിച്ചാൽ? എലിജിബിൾ ആണോ? എലിജിബിൾ അല്ല. യൂറോപ്പിൽ കിട്ടുമല്ലോ. യൂറോപ്പ കിട്ടുമല്ലോ. എന്താ കിട്ടാതെ? യൂറോപ്പിലെ സ്ക്വാഡിലുള്ള പ്ലെയർ അല്ലേ? We will move on to the highlight of the season left in the Premier League. Spurs Wolves relegation battle. ഈ കളി എനിക്കറിയില്ല. ഈ കളി സ്പേഴ്സിന് എന്താ പറയാ, ലൈഫ് ഓർ ഡെത്ത് ഗെയിമാണ്. ഡ്രോ പോലും പോരാ, ജയിച്ചേ പറ്റും. സ്പേഴ്സ് ജയിക്കും. എന്താ പറയാന്നറിയാതെ ഇരിക്കുകയാണ്. ഈ മാച്ച് സ്പേഴ്സ് ജയിക്കും. അല്ല, അവര് കഴിഞ്ഞ മാച്ച് അവരെക്കാട്ടിലും മര്യാദ കളിക്കും, ഉറപ്പാണ്. ഈ കറന്റ് പെർഫോമൻസ്, സ്പേഴ്സിന്റെ കറന്റ് പെർഫോമൻസ് നോക്കുമ്പോൾ വോൾസ് അതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് കളിക്കും. ഷുവറാണ്. ഈ റിസൾട്ട്, ഈ മാച്ച് വായിക്കേണ്ടത് വെസ്റ്റ് ഹാം, എവർട്ടൺ, സണ്ടർലൻഡ്, ഫോറസ്റ്റ് 3 മാച്ച് ഒരുമിച്ചാണ്. ഐ തിങ്ക് ഈ വീക്കെൻഡ് വെസ്റ്റ് ഹാം വിൽ അഗൈൻ ഡ്രോ, Spurs will win against Wolves, and Forest will lose against Sunderland. എനിക്ക് തോന്നില്ല. അതൊക്കെ മറിച്ച് നേരെ നടക്കുന്നതോ. Wolves ജയിക്കുന്നതാണ് പറയുന്നത്. അങ്ങനെ കളിക്കുന്ന സ്പേഴ്സ് അങ്ങനെ കളിക്കുന്നത് അവന്മാര് വരെ ജയിക്കാൻ സാധ്യതയുണ്ട്. നമ്മള് ജയിക്കാത്തത് നമ്മളുടെ വലിയ മോശമല്ലായിരുന്നല്ലോ ബ്രൈറ്റൺ ആയിട്ട്. കാര്യമില്ല, എനിക്ക് തോന്നുന്നില്ല ജയിക്കാൻ. വെസ്റ്റ് ഹാമോ അഗൈൻസ്റ്റ് എവർട്ടൺ? വെസ്റ്റ് ഹാം ഹാസ് ടു വിൻ. അവന്മാർ ആ ഒരു ഫയറിലാണ് കളിക്കുന്നത്. അവിടെ എന്താ പറയാ, റിലഗേഷൻ ബാറ്റിൽ എന്ന് പറയുമ്പോൾ പരമാവധി ഔട്ട്പുട്ട് കൊടുക്കുന്നുണ്ട്. ബോവനൊക്കെ മരണക്കളിയാണ് കളിക്കുന്നത്. അതുപോലെയാണ് സ്പേഴ്സിനെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. സ്പേഴ്സ് അങ്ങനെ കളിക്കുന്നില്ല, ഒരു ഫയർ വെച്ച് കളിക്കുന്നില്ല. ഞാൻ പറയുകയാണെങ്കിൽ സ്പേഴ്സ് ജയിക്കും, സണ്ടർലാൻഡ് ജയിക്കും, ഫോറസ്റ്റ് തോൽക്കും, വെസ്റ്റ് ഹാം തോൽക്കും, എവർട്ടൺ ജയിക്കും. എവർട്ടൺ എവേ മാച്ചില് വേറൊരു ടീമാണ് ശരിക്കും. അതാണ്. പക്ഷെ വേറെ അവർക്കൊരു പ്രശ്നം, ബെറ്റോ ഇഞ്ചേർഡ് ആണ് കേട്ടോ. അത് ഞാൻ ആലോചിച്ചില്ല. ബെറ്റോ കൺകഷൻ ആയിട്ട് ഇഞ്ചേർഡ് ആണ്. ബാരി ആയിരിക്കും ഇപ്പൊ വരിക അല്ലെ ഗണേശ? ബാരി ആയിരിക്കും. സ്പേഴ്സ് ജയിച്ചു കഴിഞ്ഞാൽ they will be 34 points. വെസ്റ്റ് ഹാം തോറ്റു കഴിഞ്ഞാൽ വെസ്റ്റ് ഹാം will be in relegation. നോട്ടിംഗ്ഹാം 36 ഉണ്ട്. നോട്ടിംഗ്ഹാം ഓൾമോസ്റ്റ് സേഫ് ആണ്. ഒരു കളിയും കൂടി എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി. അതെ, അത് ഈ മാച്ച് ആയിരിക്കില്ല. സണ്ടർലൻഡ് ഐ ഡോണ്ട് തിങ്ക്. സണ്ടർലൻഡിനും ഈ യൂറോപ്യൻ ആംബിഷൻ ഉണ്ട്. ഇതിലൊരു കോമഡി എന്താ അറിയോ, ശരിക്കും ബ്രെൻഫോർഡ് ജയിച്ചു കഴിഞ്ഞാൽ, എവർട്ടൺ ജയിച്ചു കഴിഞ്ഞാൽ, സണ്ടർലൻഡ് ജയിച്ചു കഴിഞ്ഞാൽ, ചെൽസി വിൽ ബി ഐ തിങ്ക് 11th. എന്തൊരവസ്ഥയല്ലേ. അത്രയുള്ളൂ ഗ്യാപ്പ്. അതെ, അത്രയുള്ളൂ. ലോ സ്കോറിംഗ് ഇയർ എന്ന് പറയാം. ഒരു ക്വിക്ക് FA കപ്പ്
പ്രത്യേകിച്ച് FA കപ്പ് പ്രിഡിക്ഷൻസ് സിറ്റി വേഴ്സസ് സൗത്ത് ആംപ്ടൺ. ഐ തിങ്ക് സിറ്റി വിൽ ഗോ ത്രൂ. ചെൽസി ലീഡ്സ് ഈ റൊസനിയർ പോകുന്നതിന് മുമ്പാണെങ്കിൽ എനിക്ക് ലീഡ്സിനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ അതെ, അതെ. അറിയില്ല അവസ്ഥ. മെക്ഫാർലെയിൻ അടിപൊളിയാണ്, നല്ല കോച്ചാണ്. അയാള് ഇടയ്ക്ക് ഈ റൊസനിയർ വരുന്നതിന് മുന്നേ മൂപ്പരായിരുന്നു ഇൻചാർജ്. മൂപ്പർക്ക് ആരൊക്കെ ഉണ്ടെന്ന് പോലെ അന്ന് അറിയില്ല, പക്ഷെ സ്റ്റിൽ ദേ പ്ലേഡ് ഗുഡ് ഫുട്ബോൾ. സോ ഹി വിൽ ഡു വെൽ. ചെൽസി ഈ ഒരു അവസ്ഥയിൽ ജയിക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ കാരണം വെച്ചാൽ മൂപ്പർ തന്നെ ഈ സീസണിൽ 2ാമത്തെ പ്രാവശ്യമാണ് ഇൻചാർജ് ആയിട്ട് വരുന്നത്. ഒരാൾ സാക്ക് ചെയ്തപ്പോ അപ്പോഴും നടുക്ക് വന്നു, പിന്നെ പുതിയ ആൾ വന്നു, അയാളെ സാക്ക് ചെയ്തപ്പോ എന്തത് ആളൊഴിയുമ്പോ വരാൻ ആയിട്ട് മൂപ്പർക്ക് തന്നെ മടുത്തുണ്ടാവും. സോ കണ്ടറിയാം. പറഞ്ഞ പോലെ ഗോൾലെസ് ഒന്നും ഡ്രോ ആയിട്ട് പെനാൽറ്റി വരെ പോകാനൊന്നും സാധ്യതയില്ല. 90 മിനിറ്റ്സിൽ ആരെങ്കിലും ഒരാൾ ജയിക്കും. ലീഡ്സ് ആയിരിക്കും. അല്ല, വേറൊന്നുണ്ട്. ചെൽസി 5 കളിയായിട്ട് ഗോൾ അടിച്ചിട്ടില്ല. ലീഡ്സ് ആണെങ്കിൽ ഇപ്പോ ഗോളുകൾ അടിച്ചു കൂട്ടുന്ന ഫോമില്ല. അവര് ഒരുപാട് ഗോൾ അടിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ടീമുകൾ തമ്മിലുള്ള മാച്ചാ. ചെൽസിയുടെ ഡിഫൻസ് നമുക്കറിയാം, വളരെ മോശം ഡിഫൻസ് ആണ് ഇപ്പോ. അവരുടെ ലീഡ്സിന്റെ ആണെങ്കിൽ ഡിഫൻസ് അത്യാവശ്യം ചെൽസി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ ബെറ്റർ ആന്ന് പറയാം അവരുടെ ഡിഫൻസ്. എനിക്ക് ചെൽസി എങ്ങനെ തോറ്റിട്ട് കുറെ നാളായിട്ടാ, 5 മാച്ചായി തോറ്റിട്ട്. അതെ, അതാ പറഞ്ഞ അവര് നല്ല ഫോമിലാണ്. അവർ ആ ഒരു ഫോം ഇതിലേക്കും കണ്ടിന്യൂ, അവര് ജയിക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ചെൽസി അവസാനം സിറ്റി ലീഡ്സ് മാച്ച് സിറ്റി ജയിച്ച് സിറ്റി ആകപ്പെട്ടു. അതായിരിക്കും സംഭവിക്കുക. EFL അടിച്ചു, FA അടിക്കൂ, പ്രീമിയർ ലീഗ് അടിച്ച അടിപൊളിയായി. ഡൊമസ്റ്റിക് ട്രിബിളായി. ഓക്കെ, ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത്തവണ ഇതിലേക്കൊന്നും പോയില്ല, ട്രാൻസ്ഫറിലേക്ക്. സമയമുണ്ട്, നമുക്ക് അതിലേക്ക് വരാം. എന്തായാലും വേറെ പറയാനുള്ളതേ, വേറെ ഒന്ന് കാര്യം, ഈ കഴിഞ്ഞ 2-3 ഗെയിം വീക്ക് ഒക്കെ ആയിട്ട് റെക്സാം ഒക്കെ പോയി കിടക്കുകയായിരുന്നു. 4 പോയിന്റ് ഒക്കെ ഗ്യാപ്പിൽ കിടക്കുകയായിരുന്നു ചാമ്പ്യൻഷിപ്പിൽ. ഇപ്പൊ അവര് 6th വന്നിട്ട്. ഹൾ സിറ്റി ഉണ്ട് 7th ആയിട്ട്. അവർക്ക് 2 പേർക്ക് അങ്ങനെ 5 ടീമുകൾക്ക് ഇപ്പോഴും ചാൻസ് ഉണ്ട് അവിടെ കയറാനുള്ളത്. ഏകദേശം നമ്മുടെ അക്കാഡമി പയ്യൻ കളിക്കുന്നുണ്ട്, ലൂയിസ് തോമസ് ഉണ്ട്. അതെ, കോവൻട്രി എന്തായാലും ലീഗും അടിച്ചുട്ടോ അവിടെ. അതായത് പ്രൊമോഷൻ കഴിഞ്ഞ തവണ അടിച്ചിരുന്നു. ഇപ്പൊ കഴിഞ്ഞ മാച്ചിൽ ഡ്രോ ആയതിനു ശേഷം അവര് ചാമ്പ്യൻഷിപ്പും ജയിച്ചു, ഫസ്റ്റ് ആയി. അത് കൺഫേം ആയി. ഇപ്പൊ ലാംബേർഡ് അങ്ങനെ ഒരു ഇതായിട്ട് ട്രോഫി ആയിട്ടാണ് വരണേ ഇതിലേക്ക്, പ്രീമിയർ ലീഗിലേക്ക്. ഇതുപോലെ അവിടുന്ന് ചാമ്പ്യൻഷിപ്പ് അടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ലെസ്റ്ററിന് മാറിയതല്ലേ നമ്മുടെ എന്താ പറയാ ചെൽസിന്റെ പഴയ കോച്ച് അല്ലേ, മരസ്ക അല്ലേ? അതുപോലെ നീ ലാംപാർഡ് ചെയ്യോ അറിയില്ല. അത് പറഞ്ഞപ്പോഴാ ലേസ്റ്റർ സിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴാ അവര് റെലിഗേഷൻ കൺഫേം ആയി. അവരുടെ കഴിഞ്ഞ മാച്ച് ഡ്രോ പറ്റിയാന്ന് തോന്നുന്നു. ഡ്രോ ആയിട്ടാണ് അവര് റെലിഗേറ്റഡ് ആയി. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, സ്പേഴ്സിന് സ്പേഴ്സ് എങ്ങാനും റെലിഗേറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോ ഈ ലെയ്സസ്റ്റർ സിറ്റിയുടെ അവസ്ഥ വരും. അവർക്ക് ഒറ്റയടിക്ക് അവിടുന്ന് തിരിച്ചിങ്ങോട്ട് പ്രീമിയർ ലീഗിൽ വരാൻ പറ്റിയില്ലെങ്കിൽ, ഒരു ചാമ്പ്യൻഷിപ്പില് ഇറങ്ങിക്കഴിഞ്ഞ് ഉടനെ തിരിച്ചു കയറിയില്ലെങ്കിൽ പിന്നെ പതുക്കെ ഈ ഒരു ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് ഡെപ്റ്റ് ഉണ്ട് അവർക്ക്. അതൊക്കെ ഇപ്പൊ ലെയ്സസ്റ്റർ സിറ്റിക്ക് ഫൈനൊക്കെ അടക്കേണ്ടി വന്നു. ഫൈൻ അടക്കില്ല, അവർക്ക് പോയിന്റ്സ് റിഡക്ഷൻ ഒക്കെ വന്നു. 6 പോയിന്റ് പെനാൽറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് അവര് ബോട്ടം ഇതിലേക്ക് വന്നത്. ഇപ്പൊ റെലിഗേറ്റഡ് പോയി. സ്പേഴ്സിന്റെ അവസ്ഥ, ലോൺസിന്റെ മാച്ച് ഉണ്ട് ഇന്ന്. ജയിച്ചു കഴിഞ്ഞാൽ ലോൺസ് വിൽ ഗോ 1 point behind PSG. പക്ഷെ PSG has a game in hand. അവരുടെ മാച്ച് നാളെയാണ്. പിന്നെ മാത്രമല്ല PSG ലാൻസ് തമ്മിലുള്ള മാച്ച് ഉണ്ട്. അവര് അതെ, ഈ അടുത്തൊരു ലാൻസിന്റെ ഒരു റീല് കണ്ടിരുന്നു, അവരുടെ സിറ്റിയെ കുറിച്ചും അവരുടെ ഫുട്ബോൾ ഇതിനെ കുറിച്ചൊക്കെ, കൾച്ചറിനെ കുറിച്ചൊക്കെ. ഫുൾ മറ്റേ മണി ബോൾ സ്റ്റൈലാണ് അവരുടെ. മണി ബോൾ ആണ് അവരുടെ. നല്ല രസമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഐ തിങ്ക് വി ക്യാൻ റാപ്പ്. ബാക്കി നമ്മൾ തിങ്കളാഴ്ച വരുന്നതായിരിക്കും. യെസ്, തിങ്കളാഴ്ച രാത്രി യുണൈറ്റഡ് ഗെയിം അന്നാണ്. അപ്പൊ നമ്മള് ആ മാച്ചിന്റെ സമയത്തായിരിക്കും നമ്മുടെ ഇത് വീഡിയോ പുറത്തു വരിക.
അല്ലെങ്കിൽ നമ്മൾ ആ മാച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം, ട്യൂസ്ഡേ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണ്. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് ചാമ്പ്യൻസ് ലീഗിന്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അതെ അതെ അതെ. യെസ്. അപ്പൊ ബൈ.